ദിലീപിന്റെ വിഷയം വീണ്ടും ചർച്ചയായിട്ടുണ്ട്. വലിയ രീതിയിൽ റിപ്പോർട്ടർ ചാനലാണ് അത് വാർത്തയാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഒരു സംശയമുള്ള കാര്യം, ആഴ്ചകൾക്ക് മുൻപ് എമ്പുരാൻ കത്തി നിൽക്കുകയാണല്ലോ. എമ്പുരാൻ കത്തി നിന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി മാറിയത് ദിലീപാണ്. ദിലീപിനെ ഒതുക്കി അടുത്തൊതുക്കാൻ പോകുന്നത് മോഹൻലാലാണ്. അപ്പോൾ ദിലീപിന്റെ സത്യങ്ങളാണ് പുറത്തു വരുന്നത് എന്ന വാർത്തകളും ചില സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിക്കുഴയ്ക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ എമ്പുരാൻ വലിയ തോതിൽ എമ്പുരാൻ്റെ കളക്ഷനെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ വിവാദം പോയി. വലിയ എതിർപ്പാണ് സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തകരിൽ നിന്ന്. ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളാരും ഔദ്യോഗികമായി ഇതിനെ എതിർത്ത് രംഗത്ത് വന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമായിട്ട് സംഘപരിവാർ മാത്രമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി അല്ല, സംഘപരിവാർ മാത്രമല്ല, നിഷ്പക്ഷരായ ആൾക്കാരും വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രതിഷേധവും എതിർപ്പും ഉയർത്തി എമ്പുരാനെതിരെ. വളരെ ഏകപക്ഷീയമായി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളെ, ബിംബങ്ങളെ ഒക്കെ വികൃതവൽക്കരിച്ചുകൊണ്ട് വ്യാജ പ്രചാരണത്തിലൂടെ ഒരു സിനിമ എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ഇതിനെതിരെ ഉയർന്ന ആക്ഷേപവും പ്രതിഷേധവും ഒക്കെ. അവിടെ വലിയ തിരിച്ചടി തങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലായപ്പോഴാണ് മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഖേദപ്രകടനം നടന്നത്. ആ ഖേദപ്രകടനത്തെ പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ സംവിധായകൻ, നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. നമുക്കറിയാം അതിൻ്റെ വിതരണം, നിർമ്മാണം ഒക്കെ വലിയ രീതിയിൽ അവരെല്ലാം പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ആ വിവാദം ചെന്നിലാക്കിയതിന് പിന്നാലെ തന്നെ ഇവർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, സിനിമയുടെ പല ഭാഗങ്ങളും ഞങ്ങൾ മാറ്റാം എന്ന് ഇതിൻ്റെ ഈ പറഞ്ഞ അണിയറ പ്രവർത്തകരെല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയും അത് മാറ്റുകയും ചെയ്തു. 24 ഭാഗങ്ങൾ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ഇന്ന് പുതിയ രീതിയിൽ സിനിമ ഇന്ന് തൊട്ട് പ്രദർശിപ്പിക്കുക എന്നാണ് നമ്മളോടും പുറം ലോകത്തോടും അവർ തന്നെ പങ്കുവച്ച വിവരം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിവാദം അല്ലെങ്കിൽ ആ വിവാദത്തിൽ മേലുണ്ടായിരിക്കുന്ന ഒരു ജനകീയമായൊരു പിന്തുണയുണ്ടല്ലോ, ആ പ്രതിഷേധത്തിന് കിട്ടുന്ന, അതൊന്ന് വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമമാണോ ഈ ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നിരിക്കുന്നത്? അല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ മട്ടാഞ്ചേരി മാഫിയ എന്നൊരു ടീമാണ്. തീർച്ചയായിട്ടും ഈ വിമർശനം വരുന്നു. ആ ടീമിന് ഏറ്റവും ആദ്യം ഒതുക്കാനുള്ളത് ദിലീപിനെ ആയിരുന്നു. അപ്പൊ ദിലീപിനെ ഒതുക്കിയ ശേഷമാണ് ഇപ്പോൾ ആ ടീം പ്രത്യേകിച്ച് മോഹൻലാലിലേക്ക് കടക്കുന്നതെന്ന വിവരമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പല ചിത്രങ്ങൾ തന്നെ വരുന്നുണ്ട്. ദിലീപുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ സത്യം തെളിഞ്ഞു എന്ന രീതിയിലെല്ലാം വാർത്തകൾ, അല്ലെ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകുമ്പോഴാണ് അദ്ദേഹത്തെ വീണ്ടും കുറ്റക്കാരനായി ഈ 2-3 ദിവസം ആയി ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. അതെ, അത് അങ്ങനെ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ദിലീപിനെ ഇപ്പോൾ ദിലീപ് വിഷയം, ആ നടി ആക്രമിക്കപ്പെട്ട വിഷയം, പൾസർ സുനി ഒക്കെ എടുത്ത് മുന്നോട്ട് വെച്ചാൽ അത് ഈ എമ്പുരാന് നേർക്കുണ്ടായിരിക്കുന്ന പ്രതിഷേധം അല്ലെങ്കിൽ ആ വിവാദം ഒന്ന് തണുപ്പിക്കാൻ സാധിക്കും. ജനങ്ങളുടെ ശ്രദ്ധ, സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും എന്നാണ് ഇവർ കരുതുന്നത്. അങ്ങനെ കരുതിക്കൊണ്ട് ചെയ്തതാകില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. മനുഷ്യൻ വിവാദങ്ങൾ തിന്ന്, വിവാദങ്ങളിൽ അഭിരമിച്ച്, വിവാദങ്ങൾ സൃഷ്ടിച്ച് ഒക്കെ ജീവിക്കുന്നൊരു കാലമാണിത്. അതിന് ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. എന്തായാലും ഈ എമ്പുരാനിലുണ്ടായിരിക്കുന്ന, ഈ എമ്പുരാനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ജനവികാരം, അതിനെ വഴിതിരിച്ചു വിടാൻ വലിയൊരളവ് വരെ മറ്റെന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പൊതുവേ മാധ്യമ ലോകത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത്, സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പറഞ്ഞ ഒരു വിഖ്യാതമായ, വളരെ പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ട്. അതിതാണ്: തവള ചത്താൽ വാർത്ത പാമ്പ് ചാകുന്നത് വരെ, പാമ്പ് ചത്താൽ വാർത്ത പട്ടി ചാകുന്നത് വരെ, പട്ടി ചത്താൽ വാർത്ത മനുഷ്യൻ ചാകുന്നത് വരെ എന്ന് ഒരു സിനിമാ ഡയലോഗ് തന്നെയുണ്ട്. അപ്പോൾ അത് ഈ പിണറായി വിജയൻ പറയുന്നതായിട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആ വാർത്ത ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരുന്നത്. അതായത് നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി വിജയൻ മാധ്യമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില അഭിപ്രായങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ് ആ ഡയലോഗ്. അത് മുരളി ഗോപിയുടെ സിനിമയാണ്. അതുപോലെ തന്നെ അത് ഹരീഷ് പെരടിയാണ് ആ ക്യാരക്ടർ, പാർട്ടി സെക്രട്ടറി എന്നുള്ള ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് ഇത് പറയുന്നത്. അല്ല, ഈ സമയം തന്നെ എന്തുകൊണ്ട് പൾസർ സുനി ഉദയം ചെയ്തു?
അതാണ് എല്ലാവർക്കും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഇത്രയും ദിവസം ഇതൊന്നും പറയാനില്ലാതിരുന്ന റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പുറത്തുവിടുന്നത്? എന്തായാലും ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലുകൾ ഇന്നോ ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല. ഇത് വളരെ മുമ്പ് തന്നെ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് അവർക്ക് ഈ സമയത്ത് പുറത്തുവിടേണ്ടി വന്നിരിക്കുന്നു. അവർ അതിന് നിർബന്ധിതരായിരിക്കുന്നു എന്നല്ലേ തോന്നുന്നത്? അതിന് മറിച്ച് ഒരു ഇത് പറയാനായിട്ട് അങ്ങനെയൊന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അതിൽ തെറ്റു പറയാൻ പറ്റില്ല. മറിച്ചൊരു രീതിയിൽ പെട്ടെന്നൊരു ഇത് നമുക്ക് കിട്ടും. ദിലീപിനെ എല്ലാ കാലത്തും വേട്ടയാടുക, അദ്ദേഹത്തെ ഈ ഫീൽഡിൽ നിന്നും ഒഴിവാക്കണം എന്നത് ആരുടെ ആവശ്യമാണ് മലയാളത്തിൽ? അത് പലരുടെയും. മലയാള സിനിമയിൽ പൊതുവെ സിനിമാ രംഗത്ത് കള്ളപ്പണത്തിൻ്റെ ഒഴുക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പല രീതിയിൽ പല രൂപത്തിൽ കള്ളപ്പണം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. വലിയ മുതൽ മുടക്കുള്ള ഒരു വ്യവസായമാണ് സിനിമ. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. അവിടെ അത്തരത്തിൽ പണം വരികയും പോവുകയും ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ദിലീപെങ്കിലോ. ദിലീപിന് സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനിയുണ്ട്. അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചിരുന്നു, അദ്ദേഹം അഭിനയിച്ചിരുന്നു. അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം അത്യാവശ്യം വിജയിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ പറയില്ലേ, കത്തി നിൽക്കുമ്പോൾ അണഞ്ഞു പോവുക എന്ന് പറയുന്നത്. അങ്ങനെ കത്തി അദ്ദേഹത്തിന്റെ ആ വീഴ്ച കൊണ്ട് ഉപകാരപ്പെട്ടത് ഇതുപോലുള്ള രാജ്യവിരുദ്ധ സിനിമകൾ എടുക്കുന്ന ശക്തികൾക്കാണ് ഉപകാരപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതിനുശേഷമുള്ള സിനിമകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അതെ, ഒരു വലിയൊരു ഒരു ഷിഫ്റ്റ്, ഒരു ട്വിസ്റ്റ് ഒക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ദിലീപ് വീണത് മറ്റു പലർക്കും വളമായി മാറി. അതൊരു സത്യമാണ്. ദിലീപിൻ്റെ തിയേറ്റർ അടിച്ചു പൊളിക്കുക, അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ അടിച്ചു പൊളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് കേസ് തന്നെ പല രൂപത്തിൽ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അഭിഭാഷകർ പലതും പറയുന്നത്. ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക, ആ ജഡ്ജിക്കെതിരെ പല ആരോപണങ്ങളും വരിക, ഒരു എന്താ പറയേണ്ടത്, വളരെ നിരുത്തരവാദപരമായ രീതിയിൽ പല കോണുകളിൽ നിന്നാണ് അത്തരം ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉയർന്നത്. ഇതൊക്കെ ആയിട്ട് അല്ല, ഇതിൽ ഇപ്പോൾ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ വീണ്ടും പ്രശ്നം സൃഷ്ടിക്കുമോ ദിലീപിന്? പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ നമ്മൾ മുമ്പും കേട്ടതാണ്. ജയിലിൽ നിന്നൊരു കത്തയച്ചത്, അത് പുറത്തു വന്നു, അതിലെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു, അത് കോടതിയിലെത്തി. അതുപോലെ ഈ പൾസർ സുനിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പല നിർമ്മാതാക്കളും സംവിധായകരും സിനിമാ രംഗത്തുള്ള പലരും ദിലീപിനെതിരെയും ആ കേസിൽ പല കാര്യങ്ങൾ വെളിപ്പെടുത്തി, പല സംഭവങ്ങളും ഉണ്ടായി. അതെല്ലാം ഈ കേസ് പരമാവധി വൈകാൻ കാരണമായി എന്നല്ലാതെ മറ്റെന്തെങ്കിലും പ്രയോജനം അതുകൊണ്ടുണ്ടായോ എനിക്കറിയില്ല. ഈ പറയുന്നത് പോലെ ഈ മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ, അതിൻ്റെ #, അതൊക്കെ ഈ കേസിലെ കൂടുതൽ ദുരൂഹമാക്കുകയും ഒരു അസ്വാഭാവികത ഉണ്ടാക്കുകയും ചെയ്തതല്ലാതെ ആ കേസിൽ കൃത്യമായിട്ട് കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് അത് ചെന്നെത്തി. നമുക്കതിന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. പല പ്രമുഖ അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ ദുർബലമായ തെളിവുകളാണ് ദിലീപിനെതിരെ ഉള്ളത് എന്നാണ്. അതെന്തായി തീരുമെന്ന് നമുക്കിപ്പോൾ പറയാനേ സാധിക്കില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ കോടതിയാണ് ഇനി അതിലൊരു വിധി പറയാൻ വൈകാതെ വിധി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയും ആകാം. ദിലീപിനെ വേട്ടയാടുന്ന ഒരു വിഭാഗത്തിന് ഈ താമസിയാതെ വിധി വന്ന് ഒരുപക്ഷെ ദിലീപ് അതിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു തോന്നലാണോ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? അങ്ങനെയും സംഭവിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടും സത്യം പുറത്തു വരാൻ ഈ കോടതിയുടെ വിധി വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടും ഇതിൽ ആരാണ് അപരാധി, ആരാണ് നിരപരാധി എന്ന് ബോധ്യപ്പെടുന്നത്. നമുക്ക് കോടതികളെ മാത്രമേ ആശ്രയിക്കാൻ കഴിയുള്ളൂ. പോലീസ് നടത്തിയ അന്വേഷണം ശരിയായിട്ടുള്ളതാണോ, അതിന് കൃത്യമായ ഒരു പരിസമാപ്തി ഉണ്ടായിട്ടുണ്ടോ, യഥാർത്ഥ കുറ്റവാളിയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയിലാണ് തീർപ്പ് കൽപ്പിക്കുക. കോടതിയുടെ വിധി കാത്തിരിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്നത്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ചാനലുകളിലൂടെ ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്നത് കേസ് കൂടുതൽ സങ്കീർണമാക്കാനേ സഹായിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അന്തിമ വിധി കോടതിയുടേതാണ്. കോടതിയിൽ നിന്ന് വിധി വരട്ടെ എന്ന് കരുതി അതിന് കാത്തിരിക്കാം. എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അവർ ആ ചാനൽ അതിൻ്റെ തെളിവുകളെല്ലാം കോടതിക്ക് കൈമാറുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്തായാലും കൈമാറട്ടെ, അത് സൂക്ഷ്മമായി കൂടുതൽ പരിശോധിക്കട്ടെ. എന്തായാലും നമ്മുടെ ആവശ്യം കൃത്യമായി കുറ്റവാളി ആരാണെന്ന് അറിയുക, ആ കുറ്റവാളിക്ക് ഉചിതമായ ശിക്ഷ കൊടുക്കുക. ഇതാണ് കേരളം, മലയാളം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ്.